പ്പെട്ടവരെ, ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ ചാരത്ത് തന്റെ പ്രിയപ്പെട്ട ആരുടെയോ വിയോഗത്തിൽ മനംനൊന്തിരുന്ന് കരയുന്ന ഒരു സ്ത്രീ, അക്ഷമയായിട്ട് എന്തൊക്കെയോ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്ന ഒരു സ്ത്രീയുടെ സമീപത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ അക്ഷമ കണ്ടപ്പോൾ, അവരിങ്ങനെ ക്ഷമയില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, ഏ പെണ്ണെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, നീ ക്ഷമിക്ക്, നിനക്ക് പിടിപെട്ട ആപത്തിൽ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ആ സ്ത്രീ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു, അവരുടെ കണ്ണ് കോപം കൊണ്ട് ജ്വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്ത്രീ പറഞ്ഞു, ഇലൈക്ക് അന്നി, എന്നിൽ നിന്ന് മാറിപ്പോകണം, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോകണം. കുറെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊന്നും പ്രതികരിക്കാതെ നബിൽ വന്ന വഴിക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അവരോട് ആരോ പറഞ്ഞു, നിങ്ങൾ ആരോടാണ് ഈ കയർത്ത് സംസാരിച്ചത്? അക്ഷമയായി സംസാരിച്ചത് ആരോടാണ്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സ്ത്രീക്ക് വിഷമമുണ്ടായി. ഓടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുൻപിലെത്തി. അവിടെ അവർക്ക് പാറാവുകാരെയോ ഗേറ്റ് വാച്ചർമാരെയോ സെക്യൂരിറ്റിയോ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഓടി നബി തങ്ങളോട് അവർ വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കേണ്ട സന്ദർഭം കഴിഞ്ഞുപോയി. വിപത്തിന്റെ ആദ്യാഘാതം ബാധിക്കുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോട് ആരെങ്കിലും സംസാരിച്ചാൽ അവരോട് കയർത്ത് സംസാരിക്കാനോ ആളും തരവും നോക്കാതെ സംസാരിക്കാനോ പാടില്ല. ക്ഷമിക്കണം, ക്ഷമിച്ചാൽ സ്വർഗമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.